സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മുടെ പല്ലുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? നമ്മളെല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെ പല്ലുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അധികവും ഈ സോഡയുള്ള കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് നമ്മൾ അധികം കുടിക്കുക. ഇതിൽ ആസിഡ്സ് ഉണ്ട്. കാർബോണിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡ്സ് പല്ലിൽ പ്രവർത്തിച്ച് പല്ലിന്റെ ഇനാമലിനെ അത് ദ്രവിപ്പിക്കുന്നു. അങ്ങനെ ദ്രവിപ്പിക്കുമ്പോൾ പല്ലിന്റെ ഇനാമലിൽ കുറച്ച് റഫ് ആയിട്ടുള്ള ഇറഗുലർ സർഫേസ് വരികയും ഇതിനെ ഇറോഷൻ എന്ന് പറയും. ഈ ഭാഗങ്ങളിൽ പെട്ടെന്ന് കേടുവരാനും ഈ ഭാഗങ്ങളിൽ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ലിന് ഇനാമൽ തേയ്മാനം ഉണ്ടാവുകയും പല്ല് കൂടുതൽ റഫ് ഇറഗുലർ സർഫേസ് ആയി മാറുകയും കൂടുതൽ പല്ല് കേടുവരാൻ ചാൻസ് ഉണ്ടാവും, പല്ല് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഡ്രിങ്ക് ഇൻ മോഡറേഷൻ, വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഡ്രിങ്ക് ടു ക്വിക്ക്ലി, നമ്മൾ സിപ്പ് ചെയ്ത് കുടിക്കരുത്, പെട്ടെന്ന് കുടിക്കുക. പല്ലുമായിട്ടുള്ള കോൺടാക്ട് ടൈം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുക. സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുമ്പോൾ പല്ലുമായിട്ട് ഈ ആസിഡ്സിന്റെ കോൺടാക്ട് ടൈം കുറയുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം വാ നന്നായിട്ട് കഴുകുക. അപ്പോൾ നമ്മുടെ വായിൽ ഉള്ള ആസിഡിന്റെ കോൺസെൻട്രേഷൻ അത് കുറയ്ക്കും. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞ ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് പല്ല് ബ്രഷ് ചെയ്യാൻ പാടുകയുള്ളൂ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബിഫോർ ബെഡ് ടൈം, നമ്മൾ രാത്രി കിടക്കുന്ന മുമ്പ് കുടിക്കാൻ പാടില്ല.